മഴ തോരും മുമ്പിൽ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ കൂടെ ടെക്സ്റ്റൈൽസിൽ പോയി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാൻലി അലീനെ കാണുന്നുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പച്ചനെ കാണിക്കാനാണ് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അതിനുശേഷം ഓർഫനേജിലേക്ക് വേണ്ടുന്ന സാധനമൊക്കെ ബാലചന്ദ്രൻ്റെ കൂടെ പോയി അലീന വാങ്ങിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷം അലീന ബബിതയെ കാണുന്നുണ്ട്. ബബിതയാണെങ്കിൽ മുറിയിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം അലീന താൻ വാങ്ങിച്ച ഗിഫ്റ്റ് ബബിതയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ ഗിഫ്റ്റ്. എന്താ, ഞാൻ ഇന്നാൾ വാങ്ങിച്ചു തന്നതിന് പകരമായി വാങ്ങിച്ചു തന്നതാണെന്നൊക്കെ ബബിത ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നുമല്ല, എൻ്റെ അനിയത്തിമാർക്ക് ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു വാച്ച് എടുത്ത് ബബിതയുടെ കൈ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, എന്നിട്ട് ചേച്ചി എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, നീ എന്നെ ദ്രോഹിച്ചെന്നും വിഷമിപ്പിച്ചെന്നും സമ്മതിച്ചല്ലോ. അതിനുശേഷം നീ എന്നെ സ്നേഹിച്ചായിരുന്നു. ഞാൻ ആരാണെന്നും എന്താണെന്നും ഒന്നും അറിയാതെ സ്നേഹിച്ച നീ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ ആരൊക്കെയാണെന്ന്. അങ്ങനെയാണ് അവരെന്നെ സ്നേഹിച്ചതെന്ന് അലീന ഭയങ്കര വിഷമത്തോടെ ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ സ്നേഹം ഞാൻ എൻ്റെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. അതിനുശേഷം കൃഷ്ണമോൾക്കും കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കൃഷ്ണമോൾ അതൊക്കെ തുറന്നു നോക്കിയിട്ട് പറയണം, അടിപൊളി ഡ്രസ്സാണല്ലോ ചേച്ചി, എന്തായാലും ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ, ചേച്ചി പോയാൽ എങ്ങനെ ശരിയാവുന്നതെന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. ഇത് ചേച്ചിയുടെ കൂടെ വീടല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അപ്പം ലീന കൃഷ്ണയുടെ വാ പൊത്തുന്നുണ്ട്. മോൾ ഇതൊന്നും ആർക്കേക്ക് പറയണ്ട, ഇതൊന്നും ആരും അറിയുകയും വേണ്ട, ഞാൻ പോയി കഴിഞ്ഞ് ഇവിടെ ആരും അറിയണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രോഗത്തിനും കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. രോഗത്തിനും ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അലീന പറയുന്നുണ്ട്, എനിക്ക് കൊല്ലപ്പള്ളിയിലൊന്ന് പോകണമെച്ചാൽ അവിടെ ചെന്ന് എല്ലാവരോടും ഒന്ന് യാത്ര പറയണം. ഇത് ബാലചന്ദ്രൻ ആദ്യം ഒന്നും സമ്മതിക്കില്ല. അതിനുശേഷം അലീന നിർബന്ധിക്കുന്നുണ്ട്. അവസാനം ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. നീ ചെന്ന് കഴിഞ്ഞാൽ മാഡം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് പോകണം, അവിടെ ചെന്ന് എല്ലാവരോടും യാത്ര ചോദിക്കണം എന്നുള്ള നിർബന്ധത്തിൽ തന്നെ നിൽക്കുന്നത്. അവസാനം ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നീ തിരിച്ചെത്തണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അലീന കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മനുവിനെയാണ് കാണുന്നത്. മനു ആണെങ്കിൽ അലീനെ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം വന്നത് എല്ലാവരോടും യാത്ര പറയാനാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കണം, എല്ലാവരോടും യാത്ര പറഞ്ഞ് എനിക്ക് പോകണം. ആദ്യം മാഡത്തിനോട്, പിന്നെ മുത്തശ്ശിയോട്, ബാക്കിയുള്ളവരടുത്തെല്ലാം യാത്ര പറയണം. അപ്പം മനു കുറച്ച് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നോടും യാത്ര പറഞ്ഞ് നിനക്ക് പോകണം അല്ലേ? അപ്പം അലീന കുറച്ച് സങ്കടത്തോടെ മനുവേട്ട എന്ന് വിളിക്കുന്നുണ്ട്. നീ തീരുമാനിച്ചതല്ലേ, ഇനി നീ മാറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, നിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ. അങ്ങനെ മനു ആണെങ്കിൽ അലീനയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുമ്പം അലീന ആദ്യം കാണുന്ന മുത്തശ്ശിയാണ്. അലീനയെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോളോ വാ എന്നും പറഞ്ഞൊക്കെ വിളിച്ചിരുത്തുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. യാത്ര ചോദിക്കാനാണ്, നീ എങ്ങോട്ട് പോകുക എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എവിടെയോ എനിക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോവുക, എവിടാന്നൊന്നും അറിയുന്നില്ല. പിന്നെ അച്ഛനായതുകൊണ്ട് അച്ഛൻ പറയുന്നിടത്ത് ഞാൻ പോകും മുത്തശ്ശി. എന്നാ നീ പോകുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയത്തില്ല, ഉടനെ തന്നെ പോകും, ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ, ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും മുത്തശ്ശി എന്നൊക്കെ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് അലീനയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, മുത്തശ്ശി മോളോട് അറിഞ്ഞുകൊണ്ടോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെയൊക്കെ ചെയ്തു പോയത് സാഹചര്യം കൊണ്ട് പറ്റിയതാ മോളെ, ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അലീനയോട് മാപ്പപേക്ഷിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അലീന പറയണം, മുത്തശ്ശി അങ്ങനൊന്നും പറയല്ലേ, ഞാൻ ഒരിക്കലും മുത്തശ്ശി എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലാണെന്നൊക്കെ അലീനയും പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പം അലീനയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്, മുത്തശ്ശി കരയാതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അലീന നേരെ കാണാൻ പോകുന്നത് വൈജയടുത്താണ്. വൈജയുടെ ഡോറ് ചെന്ന് തട്ടുമ്പോൾ ഉടനെ വൈജ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അലീനെ കാണുമ്പോൾ ഉടനെ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നത് ചോദിക്കാണ്. അത് മാഡത്തെ കാണാൻ വന്നതാ. എന്നെ കാണാനാ? മാഡത്തിനോട് യാത്ര പറയാൻ വന്നതാ, ഞാൻ പോവുകയാണ്, ഞാൻ നെടുമ്പുരയ്ക്കിൽ നിന്ന് പോവുക, മാഡത്തിന് തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണെന്ന് പറയാണ്. അത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ആദ്യം നീ പോവും, അതിന് ശേഷം ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി മുറിയിലേക്ക് കയറി പോവാണ്. അപ്പം കൂടെ അലീനയും ചെന്നിട്ട് പറയാണ്, അതെ ഞാൻ പോവുക മാഡം, മാഡത്തിനോട് യാത്ര പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരത്തില്ല. മാഡത്തിനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാഡം എന്നെ ഒരിക്കലും വെറുക്കല്ല്, അതുപോലെ തന്നെ മാഡം എന്നെ ഒരിക്കലും ശപിക്കല്ല് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയാണ്, നിന്നെ ഞാൻ ശപിക്കാതിരിക്കുമോ? നീ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നീ എന്നോട് കാണിച്ചു തന്നതിനെല്ലാം നീ അനുഭവിക്കും, അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമി വിട്ടു പോകത്തുള്ളൂ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നീ എന്താണ് എന്നോട്
പറഞ്ഞത് നീ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു. അതിനുശേഷം ബാലചന്ദ്രൻ്റെ കൂടെ ആ വീട്ടിൽ താമസിച്ചു. എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് മാത്രമേ നിൻ്റെയൊക്കെ വിചാരമുള്ളായിരുന്നു. അന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് നീ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന്. അപ്പം അന്ന് ആരും വിശ്വസിച്ചില്ല. ആരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നീ ബാലചന്ദ്രൻ്റെ കൂടെ അവിടെ താമസിച്ച് എന്നെ പുറത്താക്കി. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, നീ ബാലചന്ദ്രനുമായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയല്ലേ ബാലചന്ദ്രൻ്റെ മകളാന്ന് കള്ളം പറഞ്ഞ് ആ വീട്ടിൽ താമസിച്ച് എന്നെ പുറത്താക്കിയത്? നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര മോശമായിട്ട് വൈജ അലീനയോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല നീ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ ചോദിക്കുകയാണ്, ആരുടെ അച്ഛൻ? നീയും ആ മനുഷ്യനും കൂടെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണെന്ന് എനിക്കിപ്പം വ്യക്തമായിട്ടറിയാം. എന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയാം എന്ന് വളരെ മോശമായിട്ട് വൈജയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഞാനാണോ മോശമായിട്ട് ജീവിച്ചിട്ടുള്ളത്? മാഡം 23 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു ജീവിതം ജീവിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അങ്ങ് ആഗ്രയിൽ വെച്ച് ആണൊരുത്തൻ്റെ കൂടെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. കണ്ണ് തെള്ളി അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. മാഡം മറന്നു കാണത്തില്ല, അന്നത്തെ ആ ജീവിതം നിങ്ങൾ അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന്. പക്ഷേ അന്നത്തെ ആ ഓർമ്മകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മായുന്നതല്ല. അന്ന് നിങ്ങൾ വെച്ച ഒരു മായാത്ത ഓർമ്മയാണ് ഈ ഞാൻ. ഇത് കേൾക്കുമ്പോൾ വൈജ ഒന്നും കൂടെ ഞെട്ടുന്നുണ്ട്. മനസ്സിലാവാതെ വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. മാഡം എൻ്റെ അമ്മയായിരുന്നു. ഒരു നോക്ക് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴോ മാഡത്തിന് എന്നെ കാണുന്നതിന് പോലും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇനി എൻ്റെ ശല്യം ഉണ്ടാവത്തില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്നെ തിരക്കി മാഡം ഒരിക്കലും വരല്ലേ, ഇനി ഒരിക്കലും എൻ്റെ ശല്യം ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് അലീന പോകാൻ ഒരുങ്ങിയാണ്. ഞാൻ പോവുകയാണ്, ഇനി ഒരിക്കലും മാഡത്തിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങുകയാണ്. വൈജയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നതെന്ന് ഒന്നും വിശ്വസിക്കാനാവാതെ വൈജ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം വൈജ തൻ്റെ മകളെ തിരിച്ചറിയുകയാണ്.